ഹായ്, അപ്പോൾ ഇന്ന് നമ്മൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി ബീഫ് അച്ചാറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു അച്ചാർ എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളതൊന്ന് നോക്കാം. 1 കിലോഗ്രാം ബീഫ് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു അച്ചാർ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതാ ബീഫ് നമ്മൾ എല്ലും നെയ്യും ഒന്നും ഇല്ലാത്ത ഇതുപോലെയുള്ള നല്ല പീസായിരിക്കണം. എന്നിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് മുറിച്ച് കഴുകി വൃത്തിയാക്കി വേവിക്കാൻ വേണ്ടിയിട്ട് കുക്കറിലേക്കാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. കുക്കറിലാവുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളും. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂണിൻ്റെ പകുതി മതി, 1/2 ടീസ്പൂണിൻ്റെ പകുതി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് ഇതൊന്ന് വേവിക്കാനായിട്ട് വെക്കാം. ബീഫിൻ്റെ മൂപ്പ് അനുസരിച്ചിട്ട് വേവാനെടുക്കുന്ന സമയത്തിലൊക്കെ മാറ്റം വരും കേട്ടോ. അതുപോലെ തന്നെ കുക്കറിൻ്റെ വലിപ്പം അനുസരിച്ചിട്ടും മാറ്റം വരും. ഇനി ഞാനിതാ ഇതുപോലെ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണയാണ് നമുക്ക് എപ്പോഴും അച്ചാറിന് നല്ലത് കേട്ടോ. അച്ചാർ കേട് വരാതിരിക്കാനൊക്കെ നല്ലെണ്ണയാണ് നമ്മൾ അച്ചാറിലേക്ക് എടുക്കേണ്ടത്. അപ്പോൾ അതാ ഞാൻ ഇത്രയും നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ കുറവാണെന്നുണ്ടെങ്കിൽ നമ്മളിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ടി വരും കേട്ടോ. നന്നായിട്ട് എണ്ണയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പുറത്ത് വെക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരുപാട് എണ്ണ ഉപയോഗിക്കുന്നില്ല. ഒരു 1/4 കപ്പും പിന്നെ ഒരു ടേബിൾ സ്പൂണും കൂടെയൊക്കെ ഉണ്ടാവുള്ളൂ. അത്രയും എണ്ണയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പിൻ്റെ അടുത്ത്, 1/2 കപ്പ് നിറയല്ല, 1/2 കപ്പിൻ്റെ അടുത്ത് വെളുത്തുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലുള്ള വെള്ളത്തിൻ്റെ അംശമൊക്കെ പോകുന്നത് വരെ ഒന്നിത് വറുത്തെടുക്കണം കേട്ടോ. ഒരുപാട് അങ്ങ് ബ്രൗൺ കളറാകാൻ നിൽക്കണ്ട. ഞാൻ ഒന്ന് വറുത്തെടുത്തപ്പോൾ കുറച്ചൊന്ന് മൂപ്പ് കൂടി പോയിട്ടുണ്ട്. അത്ര ആവണ്ട കേട്ടോ. ചെറുതായിട്ട് ആ ഒരു എണ്ണയുടെ തിളക്കലൊക്കെ നന്നായിട്ടൊന്ന് നിന്ന് കഴിഞ്ഞാൽ മതി. എന്നിട്ട് നമുക്ക് കോരിയെടുക്കാം. ഇത്ര കളറാവാൻ നിൽക്കണ്ട കേട്ടോ. ഞാൻ ഇത് മൂപ്പിച്ചെടുത്തപ്പോൾ കുറച്ച് കൂടി പോയിട്ടുണ്ട്. ഇത്ര കളറാവാൻ നിൽക്കണ്ട. അപ്പോൾ ഇതിൻ്റെ മുന്നേ ഉള്ള ആ ഒരു സ്റ്റേജിൽ ലൈറ്റായി ഒരു കളർ ഒന്ന് ലൈറ്റായിട്ട് വരുന്ന സമയത്ത് നമുക്കിത് കോരിയെടുത്തിട്ട് മാറ്റി വെക്കാം. ഇനി ഇതേ എണ്ണയിലേക്ക് തന്നെ നമുക്കൊരു 1/4 കപ്പ് ഇഞ്ചി ഇതുപോലെ കനം കുറച്ചിട്ട് നീളത്തിലരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതും കൂടെ ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് കോരി മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതേ ഓയിലിലേക്ക് തന്നെ പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഞാനൊരു 3 പച്ചമുളക് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മൂത്ത് വന്നതിന് ശേഷം കോരി മാറ്റി വെക്കാം. അപ്പോൾ ഇത് 3ഉം ഇങ്ങനെ ഓരോന്നായിട്ട് തന്നെ ചെയ്യണം കേട്ടോ. കാരണം 3 എണ്ണത്തിനും വേറെ വേറെ മൂപ്പാണ്. അപ്പോൾ ആ മൂപ്പ് ശരിയാകാൻ വേണ്ടിയിട്ടും അതുപോലെ ആ വെള്ളത്തിൻ്റെ അംശം ഇതിലുള്ള വെള്ളത്തിൻ്റെ അംശമൊക്കെ നന്നായിട്ട് വറ്റി കിട്ടണം. അതിന് വേണ്ടിയിട്ട് കൂടിയാണ് ഇതുപോലെ വറുത്ത് കോരി മാറ്റി വെക്കുന്നത്. അപ്പോൾ ഇതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതേ എണ്ണയിലേക്ക് തന്നെ നമുക്ക് വെന്ത് വന്നിട്ടുള്ള ബീഫിൻ്റെ പീസുകൾ ഇട്ട് കൊടുക്കാം. വെള്ളമൊന്നും ഇല്ലാതെ വേണം കേട്ടോ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ബീഫിൻ്റെ പീസുകൾ ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ബീഫ് പൊരിച്ചെടുക്കുന്ന സമയത്ത് ഒരുപാട് ഡ്രൈ ആക്കി എടുക്കണ്ട, കടിച്ചാൽ പറ്റാത്ത ആ ഒരു രീതിയിലാക്കി എടുക്കണ്ട കേട്ടോ. നല്ല ഹാർഡാക്കി എടുക്കണ്ട, എന്നാൽ ഇത് പൊരിച്ച് കിട്ടും വേണം. അപ്പോൾ അതവിടെ റെഡി ആവുന്ന നേരം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഗ്രേവി ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു 3-4 ടേബിൾ സ്പൂണ് മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1-2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളടുത്ത് എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ ഇത്രയും ചേർത്ത് കൊടുക്കേണ്ട കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു പേസ്റ്റ് പരുവത്തിൽ ആവാൻ വേണ്ട വിനാഗിരി ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് പേസ്റ്റാക്കി എടുക്കാം. അപ്പോൾ അതാ ബീഫ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റി വെക്കാം. ഇതിലുള്ള നന്നായിട്ട് തിളക്കുന്നതൊക്കെ ഒന്ന് നിന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അതാണ് നമ്മൾ ബീഫിലുള്ള ഒരു വെള്ളമൊക്കെ വറ്റിയാലുള്ള ഒരു രീതി. അപ്പോൾ ഇതിവിടെ റെഡിയായി വന്നിട്ടുണ്ട്. എന്നാൽ ഒരുപാടങ്ങ് ഹാർഡായിട്ടുമില്ല, ഒരു പാകത്തിലായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റി വെക്കാം. ഇനി ഇതേ എണ്ണയിലേക്ക് തന്നെ നമ്മൾ ആ ഒരു മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മുളകിൻ്റെ പേസ്റ്റ് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഒരു മീഡിയം ലോ ഫ്ലെയിമിലിട്ടിട്ട് വഴറ്റി കൊടുത്താൽ മതി. ഇതിലുള്ള എണ്ണ തെളിയുന്നത് വരെ വഴറ്റിയെടുക്കണം. അല്ലെങ്കിൽ ഇതിനൊരു പച്ചച്ചുവ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഒരു പച്ചച്ചുവൊക്കെ ഒന്ന് മാറി കിട്ടുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇപ്പോൾ ഇതാ മസാലയൊക്കെ മൂത്ത് എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതുപോലെ എണ്ണ തെളിയുന്നത് വരെ വഴറ്റിയെടുക്കണം കേട്ടോ. എന്നാലേ ഉള്ളൂ അതിൻ്റെ ഒരു കറക്റ്റ് പരുവത്തിലായിട്ട് കിട്ടുള്ളൂ. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിതാ ഇതുപോലെ ഒരു ഗ്ലാസ് വലിയൊരു ഈ ഒരു കപ്പിന് 1 കപ്പ് വെള്ളമാണ് കേട്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മളിത് ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ചൊരു ലൂസാക്കിയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കുക. പിന്നെ അത് തണുത്ത് കഴിഞ്ഞാൽ ആ ഒരു പൊരിച്ച ബീഫൊക്കെ ആയതുകൊണ്ട് തന്നെ അതൊക്കെ ഇങ്ങനെ വലിച്ചെടുക്കും കേട്ടോ, വെള്ളത്തിൻ്റെ അംശമൊക്കെ. അപ്പോൾ നല്ല തിക്കായിട്ട് തന്നെ വരും. അപ്പോൾ ഇതിവിടെ വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഈ സമയത്ത് തന്നെ നമുക്ക് ഇതിലേക്ക് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതാ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊരിച്ച് വെച്ചിട്ടുള്ള ബീഫും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഇതിലേക്ക് ഒന്നിച്ച് തന്നെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്നും കൂടെ തിളപ്പിച്ച് കൊടുക്കാം. ഉപ്പില്ലെങ്കിൽ ഈ ഒരു സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ പുളി കുറവായതുകൊണ്ട് ഞാൻ 1 ടേബിൾ സ്പൂണ് സുർക്കയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു ലൂസിൽ തന്നെ നിന്നോട്ട് കേട്ടോ. ഈ ഒരു ലൂസ് ഉണ്ടായാൽ മാത്രമേ പിന്നെ നമുക്കിത് തണുത്ത് കഴിഞ്ഞാൽ ആ ഒരു കറക്റ്റ് പരുവത്തിൽ കിട്ടുള്ളൂ. അപ്പോൾ അതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. പിന്നെ ഇതിലേക്ക് ഉലുവാപ്പൊടിയും കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയും ഒരു നുള്ളു കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ ക്ലിപ്പ് മിസ്സായതാണ്. അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ. അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് നമുക്കിതിൻ്റെ മുകളിൽ ഒരു 2 നുള്ളു ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ചൂടാറി വന്നതിന് ശേഷം നമുക്കിത് കുപ്പിയിലാക്കി വെക്കാം. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഗ്രേവിയൊക്കെ നല്ല കറക്റ്റ് പരുവത്തിൽ തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ ഒരു സമയത്ത് കുറച്ച് ലൂസായിട്ടാണ് ഉണ്ടായിരുന്നത്. തണുത്ത് കഴിഞ്ഞപ്പോൾ ഇതുപോലെ നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയിട്ടുള്ള അച്ചാറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലാക്കി വെക്കാം. ഇതിൽ കൂടുതൽ എണ്ണ ഇല്ലെങ്കിൽ നമുക്കത് ഫ്രിഡ്ജിൽ തന്നെ സ്റ്റോർ ചെയ്യണം. അല്ലാതെ നമ്മൾ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ എണ്ണ നിൽക്കുന്ന ആ ഒരു രൂപത്തിൽ എണ്ണ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്ത് വെക്കാം. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ബീഫ് അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കൊരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്